പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു വന്ന ചിന്ത ഇതായിരുന്നു. So yesterday night we were meditating on few things. പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ് നാം ചിന്തിച്ചത്. Importantly, there were 3 important topics. പൗലോസിന്റെ ഈ പ്രാർത്ഥനയിലൂടെ എഫെസോസ് സഭയെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനാ ശകലങ്ങളുടെ 3 ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. We were seeing 3 different views of what actually Paul was praying for the people of Ephesians. ഒന്നാമത്തെ പദം നമ്മൾ പറഞ്ഞു, the revelation of God, ദൈവത്തിന്റെ വെളിപ്പാട്. The first was the revelation of God. 2 നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. And the second was the purpose, the plan that God has for us. മൂന്നാമത് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി. And third is the power that is revealed through us. എഫെസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ഒരു സഭയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ പ്രാധാന്യമായും അറിഞ്ഞിരിക്കണം. And if the church of Ephesus should sustain and grow in that place, so that church should have all these 3 attributes in them. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് നമുക്ക് വേണം. We should have, or we should know or have the knowledge, or the true knowledge of who our God is. 2 നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിയണം. And we should know the plans and the purpose that God has for us. മാത്രമല്ല നമ്മിൽ വെളിപ്പെടുന്ന നാം അനുഭവിക്കുന്ന ദൈവശക്തി വളരെ പ്രാധാന്യമാണ്. And we should also know and understand that the power that work through us. അതിനിടയ്ക്ക് ഒരു പദം ഞാൻ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. And I would like to put something that's there in the verse. 18ാമത്തെ വാക്യം. It's verse 18. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിയണം. It says, I pray that the eyes of your heart may be enlightened, in order that you may know the hope to which he has called you. He has called you, the riches of his glorious inheritance in his holy people. Yes, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. The glorious inheritance. എന്താണ് അവകാശത്തിന്റെ മഹിമാധനം? What's the riches of his glorious inheritance? ഞാൻ ഇന്നലെ പറഞ്ഞു വന്നതുപോലെ, as I was saying yesterday, ഈ എഫേസ്യ ലേഖനത്തിൽ പ്രാധാന്യമായി ഇതൊരു ക്രിസ്റ്റോളജിക്കൽ ലെറ്റർ ആണ്. This is a Christological letter. That means ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. It shows the relationship between Christ and his church. ആ ബന്ധത്തിൽ ഒരു ദൈവ പൈതലിന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം എന്താണ് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. And this book shows forth the identity of the church. നമ്മെക്കുറിച്ച് ദൈവം നമ്മെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. He wants to call us, or he names us as the riches of his glorious inheritance. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. The riches of his glorious inheritance. Praise the Lord. Amen. ഇന്ന് രാവിലെ ദൈവം നമ്മെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദം ഇതാണ്. He wants to name us with such a name. ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനമാണ്. He wants us to call a glorious inheritance. The glorious inheritance, അവകാശത്തിന്റെ മഹിമാധനമാണ്. He wants to call us a glorious inheritance. മഹിമാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? What is this glorious inheritance? മഹിമ എന്ന് പറഞ്ഞാൽ ഗ്ലോറി. സോ ധനം എന്ന് പറഞ്ഞാൽ ആ മഹിമയുടെ ഏറ്റവും മൂർത്തിഭാവം. Amen. The epitome of this glory is this, the inheritance or the wealth. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം നമ്മെ വിളിക്കുന്ന പേരാണ് ഗ്ലോറിയുടെ ഏറ്റവും മൂർത്തിഭാവം എന്ന്. Amen. God calls us the epitome of glory. ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ പറയും നാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ മൂർത്തിഭാവമൊന്നുമല്ല. Amen. When we sit in his presence, we say that, we are not a glorious epitome, or we are nothing. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഒരു സാധനത്തിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് ആ സാധനത്തിന്റെ വലിപ്പ ചെറുപ്പം കൊണ്ടല്ല, ആ സാധനത്തിന്റെ വില കൊണ്ടാണ്. Amen. When we know the value of an item, it's not according to its size or the size or how it looks, but it's actually determined, the value is determined actually of what the value of that product is. Yes, അതിന്റെ വിലയാണ് അതിന്റെ മഹത്വത്തെ നിർണ്ണയിക്കുന്നത്. The glory of that item or that product, hallelujah, is determined by its value. യെസ്, അതിന്റെ വിലയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇന്ന് രാവിലെ നാം ഇവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ച
വേർതിരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ നിണം കൊണ്ടാണ് അവൻ നമ്മെ വിളിച്ചു വേർതിരിക്കുവാനിടയായി തീർന്നത്. When God called us and separated us from this world, He called us and separated us, and He bought us with His blameless blood. ദൈവമായിരുന്നവൻ സ്തോത്രം ഈ മനുഷ്യ അവതാരം എടുത്ത് ഈ താണ ലോകത്തിലേക്ക് വന്ന് തന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി മറുവിലയായി അവൻ നൽകി കൊടുക്കുവാനിടയായി തീർന്നു. And when a person was God Himself, hallelujah, rid Himself of all His glory and humbled Himself to be a man, and He shed His blood and He purchased us. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വില എന്താണെന്ന് ചോദിച്ചാൽ പുത്രന്റെ വിലയാണ് ഇന്ന് രാവിലെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം തന്നിരിക്കുന്നത്. Amen. The value, hallelujah, that is on us is the value that the Son of God gave. സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. How many of you are happy today? Let's praise God. ഇന്ന് രാവിലെ നമ്മുടെ വില എന്താണെന്ന് ചോദിച്ചാൽ പുത്രന്റെ വിലയാണ് ഈ രാവിലെ നമുക്കുള്ള വില. Whatever the value of the Son of God is, that is the value, that is our value. ലോകത്തിൽ മനുഷ്യർ പറയും നിങ്ങൾ വെറും സാധാരണക്കാരാണ്. ലോകത്തിലെ മനുഷ്യർ പറയും നിങ്ങൾ വിലയില്ലാത്തവരാണ്. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും precious ആണ്, ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയതാണ് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഈ ഭൂമിയിലെ ഏറ്റവും വിലയേറിയതാണ് ഇന്ന് രാവിലെ ഞാനും നിങ്ങളുമെന്ന് ഇന്ന് രാവിലെ നാം മറന്നു പോകരുത്. Hallelujah. When the world sees you and despises you and gives you no value, hallelujah, the word of God says the value that you have is determined by the price that Son of God paid for you. Amen. സന്തോഷമുള്ള ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള പ്രശ്നമാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. When we see in this world there is a big crisis called identity crisis. എന്നാൽ ഇന്ന് രാവിലെ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ജനിച്ചവനാണെങ്കിൽ, ഒരു ദൈവ പൈതൽ ക്രിസ്തുവിൽ ജനിച്ചവളാണെങ്കിൽ ഇന്ന് രാവിലെ ഈ ഭൂമിയേക്കാൾ വിലപ്പെട്ടവനാണ്, ഈ ഭൂമിയേക്കാൾ വിലയേറിയതാണ് ഇന്ന് രാവിലെ നിന്റെ ആത്മാവെന്ന് ഈ രാവിലെ നീ മറന്നു പോകരുത്. Amen. If you are born again and if you have come to know Christ, then you are valuable. You are the most valuable than this whole earth itself. Shall we put our hands together and let us worship the Lord for a few more minutes? Hallelujah. Praise the Lord. Praise the Lord. Thank you, Jesus. Praise the Lord. Thank you, Jesus. ഈ രാവിലെ നാം വിലപ്പെട്ടവരാണ്. This morning we are valuable. നാം വിലയേറിയവരാണ്. We are most valuable. നമ്മുടെ നിറമല്ല നമ്മളുടെ ഐഡന്റിറ്റി തരുന്നത്. It's not the color that we have. നമ്മുടെ പണമല്ല നമ്മുടെ ഐഡന്റിറ്റി തരുന്നത്. It's not the money that we have നമ്മളുടെ determined. എത്തിനിസിറ്റി അല്ല നമ്മുടെ ഐഡന്റിറ്റി തരുന്നത്. It's not our ethnicity that gives us the നമ്മൾ identity. പാർക്കുന്ന രാജ്യമല്ല നമ്മുടെ ഐഡന്റിറ്റി തരുന്നത്. It's not the country where we come gives us our identity. നാം ജനിച്ചു വളർന്ന കുടുംബമല്ല നമ്മുടെ ഐഡന്റിറ്റി It's not the family where we are born gives us our identity. ആ രാജീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി അവന്റെ സ്വന്തം ജനമായി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. Amen. He has made us His royal priesthood and has given us the most value to our lives. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരു വാക്ക് കൂടെ ഒന്ന് കേട്ടി പറഞ്ഞോട്ടെ. Can I also exaggerate and tell one word? ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം അവകാശത്തിന്റെ മഹിമാധനം. Have already told that we are the glorious inheritance. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കുകയാണ്, shall I ask you a question? നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ എങ്ങനെയാണ് വിളിക്കുന്നത്? When somebody loves you or with love, how do they call you? ആരും കേൾക്കാതെ വിളിക്കുന്ന പദം ഏതായിരിക്കും? When they call you like without anybody being there or anybody knowing, how they lovingly call you. മലയാളത്തിലാണെങ്കിൽ തേനെ, ചക്കരെ, കുട്ട, പ്രാണനെ എന്നൊക്കെ നമ്മൾ ചിലപ്പം വിളിക്കുമായിരിക്കും. In Malayalam they would call honey, baby and all those things. അതാരും കേൾക്കാതെ വിളിക്കുന്നേ. And we call them that nobody knows, like nobody hears it when we call them. Praise the Lord. Amen. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവം അഖിലാണ്ട ചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മെ നോക്കി മാത്രം വിളിക്കുന്ന ഒരു പദമാ എന്റെ അവകാശത്തിന്റെ മഹിമാധനമാണ് നീ. Hallelujah. When nobody sees, hallelujah, the Lord who created the whole universe, hallelujah, lovingly calls you His glorious inheritance. Amen. Amen. Hallelujah. ദൈവത്തിനല്ലാതെ എന്താ ഇന്ന് രാവിലെ വിളിക്കാൻ കഴിയുന്നത്? ദൈവത്തിനല്ലാതെ എന്താ ഇന്ന് രാവിലെ വിളിക്കാൻ കഴിയുന്നത്? What else would God call you? Praise the Lord. Hallelujah. ഇന്ന് രാവിലെ ലിനീഷേ നീ എന്റെ അവകാശത്തിന്റെ മഹിമാധനമാണ്.
Hey, you, everybody, you are the glorious inheritance. Praise the Lord. Amen. Praise the Lord. Amen. Hallelujah. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് I was coming into the topic saying that നാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുക. we should know or have the knowledge of our God, our Creator. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയുക. We should know the purpose that God has in our lives. മാത്രമല്ല നമുക്ക് ദൈവം ഒരു ടൈറ്റിൽ കൂടെ തന്നു, ഐഡന്റിറ്റി കൂടെ തന്നു. And also God has given us a title or an identity. നാലാമത്തെ പദം ഇവിടെ പറയുന്നു, The fourth verse it says, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ. to know the might or his power, the mighty വ്യാപരിക്കുന്ന strength. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയണം. And it says, and his incomparably great power for us who believe. That power is the same as the mighty strength he exerted when he raised Christ. മലയാളത്തിൽ അത് അറിയണമെന്നാണ്, എന്നാൽ യഥാർത്ഥമായ പദത്തിൽ അത് അനുഭവിക്കണമെന്നാണ്. Amen. In Malayalam we read it as we should experience that power. Yes, ഇല്ല, യഥാർത്ഥമായ തർജ്ജമയിൽ അനുഭവിക്കണമെന്നാണ്. And the real translation says we should actually experience that power. ഒരു ദൈവ പൈതലിനെ വ്യത്യസ്തനാക്കുന്ന അടുത്ത ഘടകം എന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയാണ്. Amen. Hallelujah. And the last thing that separates a believer is the power, the mighty power that works inside him. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയുടെ പേരാണ് അളവറ്റ ശക്തി. Amen. And if today morning there is a power, if there is a power that's working in you, the power of the Holy Spirit, and that power is mighty power. ഈ ഭൂമിയിലെ സകല ശക്തിക്കും അളവുകോലുണ്ട്. Amen. When we see all the creation has a limit, എന്നാൽ ഇന്ന് രാവിലെ സ്തോത്ര അളവുകോലില്ലാത്തൊരു ശക്തിയാണ് ദൈവശക്തി എന്ന് പറഞ്ഞാൽ. every creature has its limits to its powers, but there is a power which is limitless. That is the power of the Holy Spirit in us. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ദൈവദാസി എന്ന നിലയിൽ നിന്നെ വ്യത്യസ്തനാകുന്ന നിന്റെ മേൽ അളവില്ലാതെ പകരപ്പെട്ട അവന്റെ അളവറ്റ ശക്തിയാണ്. Amen. So the thing that distincts you from every other creature or any other people on this earth is the power that is mightily working inside you. Praise the Lord. അളവറ്റ ശക്തിയുടെ പ്രത്യേകത അടുത്ത പദത്തിൽ ഇങ്ങനെ പറയുകയാണ്. And the characteristics of that mighty strength is being illustrated in the next few verses that we read അങ്ങനെ അവൻ there. ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. And what is that strength? That is the strength that exerted and even raised Christ from the dead. സ്വർഗ്ഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് And he seated him at the right hand എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും in the heavenly realms, far above all rule and ഈ authority. ലോകത്തിൽ മാത്രമല്ല, Not in this world itself, വരുവാനുള്ളതിന് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും but also in the one to come. അത്യന്തം മീതെ ഇരുത്തുകയും It's seated in every the name above all names. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അവനെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. Amen. And God placed all things under his feet and appointed him to be the head over everything for the church, which is his body, the fullness of him who fills everything in every way. ഈ ലോകത്തിലെ ഏറ്റവും നമ്മെ ഭീതിപ്പെടുത്തുന്ന ശക്തി എന്ന് ചോദിച്ചാൽ മരണശക്തിയാണ്. And the power or a thing which fills us with fear or trembling is the fear of death. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു മരണശക്തിയെ അവൻ തോൽപ്പിച്ചു. Amen. So here we read that he won over death. എങ്ങനെയാണ് അവൻ തോൽപ്പിച്ചത്? How did he defeat death? ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഉയർപ്പിച്ചു. Amen. We can see when the Holy Spirit worked in him, that power of Holy Spirit gave him the strength to be raised from the dead. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു ദൂത് കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. So I want to say a word from the Lord. ഈ ലോകത്തിലെ ഭീതിപ്പെടുത്തുന്ന സകല ശക്തിയെയും ഇന്ന് രാവിലെ അതിജീവിക്കുവാൻ ഒരു ദൈവ പൈതലെ
നിനക്ക് ഇന്ന് രാവിലെ ആവശ്യമായിരിക്കുന്നത് ദൈവശക്തിയുടെ വലിപ്പമാണ്. Amen. So, dear brothers and sisters, the power you want to be victorious in this current life from all your fear is to have that strength of the Holy Spirit inside you. Hallelujah. 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 സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. Let's give praise unto the Lord. Praise the Lord. ഈ Hallelujah. ശക്തിയുടെ മഹത്വം, ഈ ശക്തിയുടെ വലിപ്പം നിന്റെ അകത്ത് നിന്ന് രാവിലെ വ്യാപരിക്കുവാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ Amen. ഒരു മരണശക്തിക്ക്, Hallelujah. ഒരു ലോകത്തിലെ ഒരു ഭീതിക്ക്, Hallelujah. ലോകത്തിലെ ഒരു ഭയത്തിന് നിന്നെ Hallelujah. കാർന്നു തിന്നുവാൻ കഴിയുകയില്ല. Amen. When this mighty strength starts working in you, when the Holy Spirit gives you strength, and when you operate in that, hallelujah, nothing can ever put you in fear. Praise the Lord. Hallelujah. മാത്രമല്ല അടുത്ത പദങ്ങളിൽ പറയുകയാണ്, ആ ശക്തിയുടെ പ്രത്യേകത പറയുകയാണ്. We read all about that strength in the ആ below verses. ശക്തി സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിൽ ശക്തിക്കും കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിന് മുഴുവനും മീതെ അവനെ ഇരുത്തി. And what is this strength? The strength has put them far above all the rules and heavenly realms, far above all principalities and powers. Let me tell you, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, And I would like to ask you a question. ഇന്ന് രാവിലെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും അന്ധകാര ശക്തികളുണ്ടോ? Is there anything of the darkness that ഏതെങ്കിലും മണ്ഡലങ്ങൾ you're fear നിങ്ങളെ of? ഇന്ന് രാവിലെ കീഴ്പ്പെടുത്തുന്നതായിട്ടുണ്ടോ? Do you think that something is trying to defeat you? ഏതെങ്കിലും വാഴ്ചകൾ നിങ്ങളെ അധീനപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Any powers or principalities trying to pull you down? എന്നാൽ ഇന്ന് രാവിലെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന Amen. ശക്തിക്ക് ഇന്ന് രാവിലെ Hallelujah. സ്തോത്രം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ മാത്രമല്ല ആ Hallelujah. ശക്തിയുടെ മീതെ ഇരുത്തുവാൻ കഴിഞ്ഞു. Amen. Hallelujah. This power not only raised Christ from death, but this power, when it comes inside you, He will make you sit above all the powers and darkness of the principalities. തീർന്നില്ല. അവിടെ 22ാമത്തെ വാക്യം തൊട്ട് സ്തോത്രം, യേശുവും തന്റെ സഭയാകുന്ന ശരീരവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു തുടങ്ങുകയാണ്. Amen. It's not over, but in verse 22nd, we can see the relationship with Christ, the head, and the church, that is His body. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു. We can see everything was put under the feet of എന്തുകൊണ്ടാണ് His body. അപ്രകാരം പറഞ്ഞത്? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചെന്ന്. Why does it say here that everything was put under His feet? സ്തോത്രം, തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. Amen. We can see that body. It's the body of the head, that is Jesus Christ. ശരീരമാകുന്ന സഭ, അതാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത്. Amen. We can see that church is the body of Christ. Yes, സ്തോത്രം, ശരീരമാകുന്ന സഭ അങ്ങനെയാണെങ്കിൽ കാൽ കീഴാക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ സകല അധികാരങ്ങളെയും സകല വാഴ്ചകളെയും ഈ ലോകത്തിലുള്ളത് മാത്രമല്ല വരുവാനുള്ളതിനെ മുഴുവൻ അവന്റെ ശരീരമാകുന്ന കാലിന് കീഴ്, അല്ലെങ്കിൽ അവന്റെ സഭയാകുന്ന കാലിന് കീഴ് അവൻ ആക്കി വെച്ചു. Hallelujah. Hallelujah. It says only this because, hallelujah, because we are the body, and the legs or the feet are in the body. It's attached to the body, and He has put all the darkness under the feet of His body, that is the church. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവ പൈതലേ, ഈ രാവിലെ നീ സകല ഭയത്തിനും മീതെ വസിക്കുന്ന ഒരു മകനാണ്. So my dear brothers and sisters, you are a person who lives far above all the fears that the darkness can bring. Praise the Lord. Amen. Praise the Lord. സന്തോഷമുള്ളവര് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാവിലെ അകത്ത് എന്തെങ്കിലും വ്യാപരിക്കുന്നുണ്ടോ? Is something that is working inside you? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നുണ്ടോ? Is the Holy Spirit touching you today? ആത്മാവ് ഇന്ന് രാവിലെ ഒരു ബലമകത്ത് പകരുന്നുണ്ടോ? Is the power of the Holy Spirit being worked inside you? Praise the Lord. Hallelujah. ഈ അത്യന്ത ശക്തിയുടെ മറ്റൊരു പ്രത്യേകത 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. Chapter 2 verse 2 കൊരിന്ത്യർ ലേഖനം 4:7, 2 Corinthians chapter 4 verse number 7 onwards, we see the another significance of this the surpassing power. Somebody can read 2 Corinthians chapter 4 verse number 7 onwards. Please read. Yes. Yes. Amen. Yes. Yes. Yes.
യെസ് 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 Amen. Praise the Lord. അങ്ങനെയാണെങ്കിൽ ഈ ശക്തി അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടുള്ള 4 ഗുണങ്ങൾ വീണ്ടും ഈ പുസ്തകത്തിൽ വീണ്ടും കാണുകയാണ്. We could see there's the 4 things that this power, or the surpassing power, gives us. അവിടെ പറയുന്നു ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങി പോകുന്നില്ല. They say that we are hard pressed on every side, but we are not crushed. Praise the Lord. സകല വിധത്തിലും ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞങ്ങൾ ഇടുങ്ങി പോകുന്നില്ല. They say we are perplexed, but we are not in despair. Praise the Lord. Excused but not squashed. Praise the Lord. That means എൻ്റെ 4 വശത്തുനിന്ന് എന്നെ ഇടുക്കുന്ന മണ്ഡലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിന് എന്നെ സ്ക്വാഷ് ചെയ്യുവാൻ കഴിയുന്നില്ല. We can read here that we are pressed on from every side, but we are not crushed. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ ദൈവശക്തി അകത്തുള്ള ഒരു ദൈവ പൈതലേ, നിന്റെ 4 മണ്ഡലങ്ങളിൽ നിന്ന് ദുഷ്ടശക്തി നിന്നെ നിന്നെ ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ കഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ എക്സ്ക്യൂസ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ തകർക്കാതെ വണ്ണം അകത്ത് വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഇന്ന് രാവിലെ നിന്റെ അകത്തുണ്ട്. Amen. Hallelujah. But dear brothers and sisters, when the powers of darkness comes to crush you, hallelujah, from every side, press you from every side, you will not be crushed, because there is a power that is working from inside of you to protect you and keep you in every circumstance. അടുത്ത പദം പറയുന്നു, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. And the next verse says we are perplexed but not in despair. സ്തോത്രം, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. We are persecuted. സ്തോത്രം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. We are perplexed. പോളും തൻ റോമിലേക്ക് പോകുമ്പോൾ കാറ്റ് പ്രതികൂലമായി വീശുവാനിടയായി തീർന്നു. When Paul was going towards Rome, there was the wind which was against him. മരണം തന്റെ മുൻപിൽ സ്തോത്രം നിൽക്കുന്നത് താൻ കാണുവാനിടയായി തീർന്നു. He could see death standing just before him. എന്നാൽ സ്തോത്രം മരണം മുൻപിൽ നിൽക്കുമ്പോൾ അന്ന് രാത്രി തന്റെ ദൂതൻ സ്തോത്രം ആ കപ്പലിൽ ഇറങ്ങി വന്ന് തന്നോട് പറഞ്ഞു, എന്റെ കൂടെ ഇവനെ ഞാൻ സേവിച്ച് നിൽക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, നീ കൈസറുടെ മുൻപിൽ സ്തോത്രം നിൽക്കുവാനിടയായി തീരുമെന്ന്. Amen. And when the situations came before him, an angel of the Lord came to him and told, you will be standing before Caesar. And that's the word that the angel gave him. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, സകല വഴിയും അടഞ്ഞുവെന്ന് നിനക്ക് തോന്നുമ്പോൾ, ഇന്ന് രാവിലെ സ്തോത്രം ഒരു വഴിയും നിന്റെ മുൻപിൽ തുറന്നില്ലെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ സ്തോത്രം നിന്നെ നിരാശപ്പെടുത്താതെ നിന്റെ അകത്ത് ഒരു ആത്മശക്തി പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. When you see all the doors before you are closed and all the ways are the ways of impossibilities, but the power of God that is working inside you will open and give you the hope in that situation. ആ ശക്തി നിന്നെ ഈ മണ്ഡലത്തിലും അതിജീവിപ്പിക്കുവാനിടയായി തീരും. And that power, that all surpassing power, will give you power to live victoriously in that situation. യേശു അതിവേദനയിൽ പ്രാണവേദനയിൽ ഗെത്സമനിയിലായിരുന്നപ്പോൾ സ്തോത്രം ദൂതന്മാർ അവനെ ബലപ്പെടുത്തുവാൻ അവിടെ ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see in the Garden of Gethsemane when our Lord was in deep sorrow, the angel of the Lord came to minister to him. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ ഏകാന്തതയിൽ നിന്റെ ഗെത്സമനിയിൽ നീ തകർന്നു പോകാതെ വണ്ണം പ്രാണവേദനയിലായി തീരുമ്പോൾ, അമിത ചിന്താഭാരത്തിലായി തീരുമ്പോൾ നീ തകർന്നു പോകാതെ വണ്ണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിന്നെ കാക്കുവാനിടയായി തീരും. And also when we are in despair and in darkness and when we are alone without any hope, this power, this all surpassing power that works in us gives us the hope to live in that situation. അടുത്ത പദം പറയുന്നു, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. But we see the next word saying, even though we are persecuted, we are not abandoned. Praise the Lord. ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് നേരിടും. If we are children of God, we have to go through all the persecution. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. The Lord says you will have trouble in this world. ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. But be encouraged, because I have won this world. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ നേരിടുന്ന അനുഭവങ്ങളുണ്ട്. We could also face such persecutions in our life. എന്നാൽ ഇന്ന് രാവിലെ അവൻ നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന
ദൈവമല്ല. But this Lord our God will never abandon us. ഉപദ്രവം നേരിടുമ്പോഴും അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. When we have persecution coming against us, he will not abandon us. സ്തോത്രം. നിന്റെ കൂടെ അവൻ അഗ്നിയിൽ നാലാമനായി നിന്റെ കൂടെ അഗ്നിയിൽ അവൻ വെളിപ്പെടുന്ന ദൈവമാണ്. He is the God who is the fourth man in the fire. നിന്റെ സിംഹക്കുഴിയിൽ സ്തോത്രം നിനക്ക് വേണ്ടി അവൻ വെളിപ്പെടുന്ന ദൈവമാണ്. He is the God that comes down to the den of the lion. അതുകൊണ്ടാണ് സ്തോത്രം യേശയ്യാവ് ഇപ്രകാരം പറഞ്ഞത്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവന് ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ പോർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. Amen. That's why in Isaiah we see the one Jacob, one who created you, is with you, and when you walk through fire, it will not hallelujah burn you, or when you go through the rivers, it will not hallelujah sink you, or wherever situations, the Lord will be with you and he will bring you through. The Lord will be with you through it. നിനക്ക് സ്തോത്ര തീ ചൂളയില്ലെന്നല്ല, വെള്ളമില്ലെന്നല്ല, എന്നാൽ നിന്റെ വെള്ളത്തിലും അവൻ നിനക്ക് വേണ്ടി അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്റെ തീയിലും അവൻ നിന്നോട് കൂടെ ഇരിക്കും. He says fire the situations, but he's saying I will be with you in that situation. Praise the Lord. Hallelujah. ശക്തിയുടെ നാലാമത്തെ പ്രത്യേകത പറയുന്നു, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. It says we are fall down but we are not destroyed. അതിലെ ഒരു തർജ്ജമ ഇങ്ങനെയാണ്, we are knocked down but knocked out. വീണ് കിടക്കുന്നെങ്കിലും നശിച്ചു പോകുന്നില്ല. നോക്ക് ഡൗൺ ബട്ട് നോക്ക്ഡ് ഔട്ട്. ഈ റെസ്ലിംഗിന് പോകുമ്പോൾ എതിരാളി ഈ വ്യക്തിയെ ഇടിച്ച് വീഴ്ത്തുന്ന അനുഭവങ്ങളുണ്ട്. When there's a wrestling match, there's the opponent would knock him down. എന്നാൽ ഒപ്പോണന്റ് ഈ എതിരാളിയെ വെളിയിലേക്ക് പുറത്തേക്ക് തള്ളിയാൽ ഗെയിം തീർന്നു. And if he puts him outside the ring, the game is over. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇപ്പോൾ എതിരാളി ഇടിച്ചു വീഴ്ത്തിയ അനുഭവത്തിലാണ് കിടക്കുന്നതെങ്കിലും ഗോതയ്ക്കകത്ത് തന്നെയാണ് കിടക്കുന്നത്. It says even though I am knocked down, I am inside the ring. എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ, ഒന്നാം നൂറ്റാണ്ട് മുതൽ റോമൻ സാമ്രാജ്യം മറ്റു സാമ്രാജ്യങ്ങൾ മുഴുവൻ സ്തോത്ര ക്രൈസ്തവരെ കൊന്നു തള്ളി തിന്ന് കളയുവാൻ അവർ ശ്രമിച്ച മണ്ഡലങ്ങളുണ്ട്. We can see from the first century the emperors or all the ruling the empires would always persecute the church. സ്തോത്ര. എന്നാൽ ഒരു മണ്ഡലങ്ങൾക്ക്, ഒരു സാമ്രാജ്യ ശക്തികൾക്ക്, ഒരു RSS തീവ്രവാദികൾക്ക് ദൈവസഭയെ തിന്നുകളയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. No rules, no regiments or no military could ever put the body of the Christ, the church, hallelujah, he couldn't knock us out. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, so I want to say something this ദൈവ morning. പൈതലേ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി സ്തോത്ര ഈ രാവിലെ അകത്ത് വ്യാപരിക്കുന്നതുകൊണ്ട് ഒരു ശക്തിക്ക് നിന്നെ നോക്ക് ഔട്ട് ചെയ്യുവാൻ കഴിയത്തില്ല. So I want to say, dear children of God, that if the surpassing power is working in you, if it is working in you, nothing can come against you and knock you out. മരിച്ചു എന്ന് കരുതി പൗലോസിനെ ലിസ്ത്രയുടെ പട്ടണത്തിൽ വെച്ച് അവർ ഇഴച്ചു കളഞ്ഞു. എന്നാൽ സ്തോത്ര പുരുഷന്മാർ അവന് ചുറ്റിനും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പൗലോസ് വീണ്ടും എഴുന്നേൽക്കുവാനിടയായി തീർന്നു. We could see that he was stoned and he was like a dead man, and they threw him out of the town. But hallelujah, when the disciples started praying, he stood up in his feet. ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ തീരാത്തിടത്തോളം കാലം ഒരു ശക്തിക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. The plans and the purpose that God has for you, until and unless you finish it and finish that purpose that God has for you, no devil or no darkness can knock you out. പൗലോസേ, ഏത് സ്തോത്ര ദേശത്തിന്റെ വ്യാപാരങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റാലും സ്തോത്ര നിന്റെ മേലുള്ള ദൈവിക നിയോഗ ജാതിയുടെ അപ്പോസ്തലനായി നിന്റെ മേലുള്ള ദൈവിക നിയോഗ അത് പൂർത്തീകരിക്കാതെ ഒരു ശക്തിക്ക്, ഒരു റോമിന്, ഒരു കൈസർക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. Hey Paulos, the plans that I have for you, all the purpose that I have for you, until and unless you complete it, until and unless you accomplish all the plans that I have for you, no Rome, no Caesar, no Herod, no
nobody can knock you out or take you out of the purpose. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I want to end my message here. ഇന്ന് രാവിലെ നാം അറിയേണ്ട മൂന്നാമത്തെ അനുഭവത്തിന്റെ പേരാണ് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി. And we want to know that the third point is that we need to know the surpassing power to who believes. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഈ ദൈവവിധലെ നീ അറിയുന്നെങ്കിൽ നീ ലോകത്തിൽ ഒരു ജയാളിയായി നിൽക്കുവാൻ കഴിയും. And if you know that great and mighty surpassing power, you will be victorious in every circumstance. Shall we all stand up in the presence of God? എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ചില നിമിഷങ്ങൾ കൂടെ ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? Can we all pray for some time? കർത്താവേ, ഇന്ന് രാവിലെ Lord, this morning, ഈ സഭാരാധന കഴിഞ്ഞ് ഞാൻ മടങ്ങുന്നതിന് മുൻപ് when I return after this service, എന്റെ അകത്ത് അങ്ങയുടെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഒന്ന് തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? Lord, give me that surpassing power that will work inside of me. അങ്ങയുടെ മഹത്വം എന്റെ ശരീരത്തിനകത്ത് ഇന്ന് രാവിലെ ഒന്ന് വ്യാപരിക്കുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ അനുവദിക്കണമേ എന്ന് ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? Oh, can you again pray to the Lord that, oh God, give me that power, that surpassing great and mighty power to work inside of എല്ലാ me. തരങ്ങളും ഇന്ന് രാവിലെ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ തരങ്ങളും ഇന്ന് രാവിലെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. സഭയായി നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കര നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുകുട്ടികൾ മുതൽ നമ്മുടെ ആബാലവൃദ്ധ ജനം വരെ ഈ ദിവസങ്ങളിൽ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ സർപാസിംഗ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ ആത്മാവെന്ന് വെളിപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുക.